തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഉത്തമ സാധാരണ ഘടകം എത്ര? ഇവിടെ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഉത്തമ സാധാരണ ഘടകം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് ഉസാഖ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ HCF അല്ലെങ്കിൽ GCD എന്നൊക്കെ പറയുന്നത് ഉസാഖ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഉസാഖ അഥവാ HCF 1 ആണ്. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ A 1. അവർക്ക് തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകൾക്ക് ഒന്നല്ലാതെ വേറെ പൊതുഘടകങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവയുടെ ഉസാഖ 1 തന്നെയാണ്. √x > x എങ്കിൽ x ഒരു ഡാഷ് ആണ്. √x എന്നാൽ എക്സിൻ്റെ വർഗ്ഗമൂലം. എക്സിൻ്റെ വർഗ്ഗമൂലം എക്സിനേക്കാൾ വലുതാണെങ്കിൽ എക്സ് ഈ താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന സംഖ്യയാണെന്നാണ് ചോദ്യം. എക്സിൻ്റെ വർഗ്ഗമൂലം എക്സിനേക്കാൾ വലുതായി വരുന്നത് ഈ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന സംഖ്യയാണെന്ന്. ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ സി സാധാരണ ഭിന്നസംഖ്യയാണ്. ഒരു ഉദാഹരണമായിട്ട് നോക്കുക. x = 4/1 എന്ന് എടുക്കുക. 4/1 അങ്ങനെയെങ്കിൽ √x എന്തായിരിക്കും? 4/1 സ്ക്വയർ റൂട്ട്. 4/1 സ്ക്വയർ റൂട്ട് കിട്ടാൻ അംശത്തിൻ്റെ സ്ക്വയർ റൂട്ട് ബൈ ഛേദത്തിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അംശത്തിൻ്റെ സ്ക്വയർ റൂട്ട് 1, ഛേദത്തിൻ്റെ സ്ക്വയർ റൂട്ട് 2. അതായത് √x എന്ന് പറയുന്നത് 2/1. ഇതിലേതാണ് വലുത്? 2/1 വലുത്. 4/1 എന്ന് പറഞ്ഞാൽ കാൽ ഭാഗമേ ഉള്ളൂ. 2/1 എന്ന് പറഞ്ഞാൽ പകുതിയുണ്ട്. അപ്പോൾ ഇവിടെ 2/1 വലുത്. അതായത് ഇവിടെ √x എക്സിനേക്കാൾ വലിയൊരു സംഖ്യയാണ്. ഇതൊരു സാധാരണ ഭിന്നസംഖ്യയാണ്. പൊതുവെ സാധാരണ ഭിന്നസംഖ്യകൾക്കിടെ എല്ലാം പ്രത്യേകത അവയുടെ അംശം ചെറുതും ഛേദം വലുതുമായിരിക്കും. അപ്പോൾ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0-നും 1-നും ഇടയിലുള്ള ഒരു സംഖ്യയായിരിക്കും. 0-നും 1-നും ഇടയിലുള്ള ഒരു സംഖ്യ. അപ്പോൾ 0-നും 1-നും ഇടയിലുള്ള സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി സാധാരണ ഭിന്നസംഖ്യ. x = 9 = 25x എങ്കിൽ x = ഡാഷ്. നോക്കുക, x = 9 = 25x എന്ന് നൽകിയിരിക്കുന്നു. നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെയും രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണ് എന്നുള്ള രീതിയിലാണ് നൽകിയിരിക്കുന്നത്. രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണെങ്കിൽ അതിലെ ആദ്യ സംഖ്യയുടെയും അവസാന സംഖ്യയുടെയും ഗുണനഫലവും നടുക്കുള്ള രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും തുല്യമായിരിക്കും. അപ്പോൾ ആദ്യ സംഖ്യ x, അവസാന സംഖ്യ x. അപ്പോൾ x × x അല്ലെങ്കിൽ x² സമം എക്സും കൂടെ ഗുണിച്ചാണ് x² ആക്കിയത്. നടുക്കുള്ള രണ്ട് സംഖ്യകൾ 9, 25 ഇവയുടെ ഗുണനഫലം 9 × 25 എന്ന് എഴുതാം. x² = 9 × 25. അപ്പോൾ x കിട്ടാനായിട്ട് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ √9 × 25 വരും. ഇത് ഗുണിക്കേണ്ടതില്ല, നമ്മൾ സ്ക്വയർ റൂട്ട്. ഇത് രണ്ടും പൂർണ്ണവർഗ്ഗങ്ങളാണ്. 9ഉം 25ഉം പൂർണ്ണവർഗ്ഗങ്ങളായതുകൊണ്ട് നേരെ ഓരോ സംഖ്യയുടെയും സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. 9ൻ്റെ സ്ക്വയർ റൂട്ട് 3 ഗുണം 25ൻ്റെ സ്ക്വയർ റൂട്ട് 5. അതായത് 3 × 5 = 15. എക്സിൻ്റെ വാല്യൂ 15. ശരിയുത്തരം ഓപ്ഷൻ എ. 25 - 24 0.02ൻ്റെ വില എത്ര? 25 - 24 0.02. ഇതിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ 25ൽ നിന്ന് 24 കുറയ്ക്കാം. 25ൽ നിന്ന് 24 കുറച്ചാൽ 1 ആണല്ലോ. അപ്പോൾ ഇത് 1/0.02 എന്ന് വരും. 1/0.02. അപ്പോൾ 1ൻ്റെ 0.02 എന്നുള്ള പവറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓർക്കുക, 1 എന്ന സംഖ്യയുടെ ഏത് പവർ എടുത്താലും അതിൻ്റെ വാല്യൂ 1 തന്നെയായിരിക്കും. 1/2 എത്രയാണ്? 1. 1/3 എടുത്തു കഴിഞ്ഞാലും 1. 1നെ എത്ര തവണ ആവർത്തിച്ച് ഗുണിച്ചാലും 1 തന്നെ. അതുകൊണ്ട് 1ൻ്റെ ഏത് പവർ എടുത്താലും അതിൻ്റെ വാല്യൂ 1 തന്നെയാണ്. അപ്പോൾ 1/0.02 അതിൻ്റെ വാല്യൂ 1 തന്നെ. ശരിയുത്തരം ഓപ്ഷൻ എ 1. തുടർച്ചയായി 2 തവണ 10% ഡിസ്കൗണ്ട് ലഭിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ഇവിടെ ഒരു സാധനത്തിന് തുടർച്ചയായി 2 തവണ 10% ഡിസ്കൗണ്ട് ലഭിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കണം. ഇതൊരു ഉദാഹരണം എടുത്ത് ചെയ്യുന്നതാണ് സൗകര്യം. നമുക്ക് ഒരു സാധനത്തിൻ്റെ പരസ്യവില 100 രൂപയാണെന്ന് കരുതുക. പരസ്യവില 100. കാരണം പരസ്യവിലയിലാണ് ഡിസ്കൗണ്ട് തീരുമാനിക്കുന്നത്. അതുകൂടാതെ ഈ 100 രൂപ എന്നെടുക്കാൻ കാര്യം ഇവിടെ ശതമാനമാണ്, 10%. അപ്പോൾ ശതമാനം കാണാനുള്ള സൗകര്യം എപ്പോഴും സംഖ്യ 100 എടുക്കുന്നതാണ്. ഇപ്പോൾ പരസ്യവില 100 രൂപയാണെന്ന് കരുതുക. ഇതിനാദ്യം 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. 100ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10 ആണ്. 100ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10 1/10. 100ൻ്റെ 10 1/10 തന്നെ.
അപ്പോൾ 10 രൂപ കുറയും. 10% ഡിസ്കൗണ്ട് ലഭിക്കുമ്പോൾ 10 രൂപ കുറയും. അപ്പോൾ സാധനത്തിൻ്റെ വില 90 രൂപയാവും. വീണ്ടും 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. രണ്ടാമത്തെ ഡിസ്കൗണ്ട് ഓർക്കുക, 10% എന്നാൽ 10-ലെ ഭാഗമാണ്. 90-ൻ്റെ 10-ലെ ഭാഗം 9. അപ്പോൾ ഇത്തവണ 9 രൂപയാണ് കുറയുന്നത്. 90-ൽ നിന്ന് 9 കുറഞ്ഞു കഴിഞ്ഞാൽ 81. അപ്പോൾ 100 രൂപയായിരുന്ന സാധനത്തിൻ്റെ വില 81 രൂപയായി. ഇവിടെ കുറഞ്ഞത് എത്രയാണ്? ആകെ 19 രൂപ കുറഞ്ഞു. 19 രൂപ. അപ്പോൾ 100 രൂപയ്ക്ക് 19 രൂപയാണ് ഡിസ്കൗണ്ടായി ലഭിച്ചത്. അപ്പോൾ ശതമാനം കാണുന്നതിനായിട്ട് ഇത് ആദ്യ വിലയായ 100-ൻ്റെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. 100-ൽ 19 എത്ര ശതമാനമാണ്? ഗുണം 100 കാണുക. 100 വെട്ടിപ്പോവും. അപ്പോൾ 19% എന്ന് കിട്ടും. അതായത് 19% ആകെ ഡിസ്കൗണ്ട്. ശരിയുത്തരം ഓപ്ഷൻ ബി. 60 അധികം 36 ഭാഗം 2 ഗുണം 3 ന്യൂനം 5 സമം ഡാഷ്. അപ്പോൾ ഇവിടെ കൂട്ടാനുണ്ട്, ഗുണിക്കാനുണ്ട്, കുറയ്ക്കാനുണ്ട്, ഹരിക്കാനുണ്ട്. അപ്പോൾ എല്ലാ ക്രിയകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ ആദ്യ ക്രിയയായിട്ട് ചെയ്യേണ്ടത് ഹരണമാണ്. 36-നെ 2 കൊണ്ട് ഹരിക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ 60 പ്ലസ് 36-നെ 2 കൊണ്ട് ഹരിച്ചാൽ 36-ൻ്റെ പകുതി 18 എന്ന് വരും. 18 ഗുണം 3 മൈനസ് 5 എന്ന് വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ഗുണനം നടത്തണം. 18 ഗുണം 3 ഓർക്കുക, ഇത് 60 പ്ലസ് 18 3 54. 54 മൈനസ് 5 എന്ന് വരും. ഇനി നമുക്ക് ഇടത്ത് നിന്ന് ഇവിടെ കൂട്ടലും കുറയ്ക്കലും ഉള്ളൂ. ഇടത്ത് നിന്ന് വലത്തോട്ട് ക്രിയ അങ്ങ് ചെയ്തു പോയാൽ മതി. 60-ഉം 54-ഉം കൂടെ കൂട്ടുക. 60-ഉം 50-ഉം 110, 110 4 114. 114-ൽ നിന്ന് 5 കുറച്ചാൽ 109. 109 നമുക്ക് ഉത്തരം കിട്ടും. ശരിയുത്തരം ഓപ്ഷൻ ഡി. ഒരു മേശയ്ക്കും 2 കസേരകൾക്കും കൂടി ആകെ തുക 1600 രൂപ എങ്കിൽ 12 കസേരകൾക്കും 6 മേശകൾക്കും കൂടി ആകെ തുക എത്ര? ഇവിടെ ഒരു മേശയ്ക്കും 2 കസേരകൾക്കും കൂടി ഉള്ള തുക 1600 രൂപയാണ്. ഒരു മേശയും 2 കസേരയും കൂടി 1600 രൂപ. അങ്ങനെയെങ്കിൽ നമുക്ക് 6 മേശയുടെയും 12 കസേരയുടെയും കൂടി ആകെ തുക എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 6 മേശയും പ്ലസ് 12 കസേര, ഇതിൻ്റെ വില എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, ഒരു മേശ അധികം 2 കസേര. ഇവിടെ 6 മേശയും 12 കസേരയും. നോക്കുക, ഇതിൻ്റെ 6 ഇരട്ടിയാണ് ഈ താഴെ തന്നിരിക്കുന്നത്. ഒരു മേശയുടെ സ്ഥാനത്ത് 6 മേശ, 2 കസേരയുടെ സ്ഥാനത്ത് 12 കസേര. അപ്പോൾ ആദ്യം മേടിച്ചതിൻ്റെ 6 ഇരട്ടി സാധനങ്ങളാണ് രണ്ടാമതും മേടിക്കുന്നത്. 6 ഇരട്ടി. അപ്പോൾ വിലയും 6 ഇരട്ടിയാവും. അതായത് 1600 ഗുണം 6 വരും. 1600-നെ 6 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 9600 എന്ന് വരും. അപ്പോൾ ആകെ 9600 രൂപ വരും. ശരിയുത്തരം ഓപ്ഷൻ സി. x/y സമം 3/5, 4/x സമം 2/9. വൈയുടെ വില എത്ര? നമുക്കിവിടെ x/y സമം 3/5 എന്നും 4/x സമം 2/9 എന്നും നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വൈയുടെ വില കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, x/y സമം 3/5. 2 അംശബന്ധങ്ങൾ തുല്യമാണെന്ന് നൽകിയിരിക്കുന്നു. 2 അംശബന്ധങ്ങൾ തുല്യമാണെങ്കിൽ അതിലെ ആദ്യ സംഖ്യയുടെയും അവസാന സംഖ്യയുടെയും ഗുണനഫലവും നടുക്കുള്ള 2 സംഖ്യകളുടെ ഗുണനഫലവും തുല്യമായിരിക്കും. അപ്പോൾ ആദ്യ സംഖ്യ x, അവസാന സംഖ്യ 5. 5x കൂടെ ഗുണിച്ചാൽ 5x. അപ്പോൾ നമുക്കിതിൽ നിന്ന് 5x സമം നടുക്കുള്ള 2 സംഖ്യകൾ y-ഉം 3-ഉമാണ്. അവ തമ്മിൽ ഗുണിച്ചാൽ 3y. 5x സമം 3y എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് y ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് y സമം ഈ 3-നെയും കൂടെ ഇടതുവശത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ 5/3x എന്ന് കിട്ടും. അത് നമുക്ക് y സമം 5/3x എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ y-യുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ x-ൻ്റെ വാല്യൂ അറിയണം. അപ്പോൾ x-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. നോക്കുക, ഇവിടെ 4/x സമം 2/9. 2 അംശബന്ധങ്ങൾ തുല്യമാണെന്ന് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അതിലെ ആദ്യ സംഖ്യയുടെ അവസാന സംഖ്യയുടെയും ഗുണനഫലവും നടുക്കുള്ള 2 സംഖ്യകളുടെ ഗുണനഫലവും തുല്യമായിരിക്കും. നമുക്ക് ആദ്യം നടുക്കുള്ള 2 സംഖ്യകളുടെ ഗുണനഫലം എഴുതാം. അതായത് x-ഉം 2-ഉം തമ്മിൽ ഗുണിച്ചാൽ 2x. 2x സമം 4 ഗുണം 9. 4 9 36 എന്ന് വരും. അതിൽ നമുക്ക് x-ൻ്റെ വാല്യൂ കിട്ടും. 36-നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. 36/2 സമം 18. അപ്പോൾ x-ൻ്റെ വാല്യൂ കിട്ടി. ആ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് y-യുടെ വാല്യൂ കണ്ടുപിടിക്കാം.
അപ്പോൾ y കണ്ടുപിടിക്കാനായിട്ട് 5/3 ഗുണം എക്സിന് പകരം 18 കൊടുക്കുക. നമുക്ക് 18നെ 3 കൊണ്ട് ഹരിക്കാം. 18നെ 3 കൊണ്ട് ഹരിച്ചാൽ 6. അപ്പോൾ 5 ഗുണം 6 30. വൈയുടെ വാല്യൂ 30 ശരി ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ തുക 186 എങ്കിൽ അവയിൽ ചെറിയ സംഖ്യ എത്ര? തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ തുക 186 എന്ന് നൽകിയിരിക്കുന്നു. അക്കൂട്ടത്തിലെ ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ചെറിയ സംഖ്യ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യയാണ് എക്സ്. അപ്പോൾ എക്സിനേക്കാൾ വലിയ 3 സംഖ്യകൾ കൂടെ വരുന്നുണ്ട്. അപ്പോൾ എക്സ് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ എക്സിനോട് 1 കൂട്ടിയാൽ കിട്ടുന്ന എക്സ് പ്ലസ് 1 അടുത്ത സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? എക്സ് പ്ലസ് 1 1 കൂട്ടുക, അതായത് എക്സ് പ്ലസ് 2 എന്ന് വരും. വീണ്ടും അടുത്ത സംഖ്യ കിട്ടാൻ എക്സ് പ്ലസ് 2 1 കൂട്ടിയാൽ മതി, അതായത് എക്സ് പ്ലസ് 3. അപ്പോൾ സംഖ്യകൾ എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 3 ഇതാണ് 4 സംഖ്യകൾ എന്നെടുക്കുക. അങ്ങനെയെങ്കിൽ ഈ 4 എണ്ണത്തിൻ്റെ തുകയാണ് 186. അപ്പോൾ ഇതിൻ്റെ തുക എന്നുള്ളത് നമുക്കിത് പ്ലസ് ഇട്ട് യോജിപ്പിച്ച് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ എക്സ് അധികം എക്സ് പ്ലസ് 1 അധികം എക്സ് പ്ലസ് 2 അധികം എക്സ് പ്ലസ് 3 സമം 186 എന്ന് നമുക്കെടുക്കാം. അപ്പോൾ നമ്മൾ സംഖ്യകളായിട്ട് എടുത്തത് എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 3 ഇവയാണ്. ഇവയുടെ തുക 186 എന്നും എടുത്തു. ഇനി നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് അതിലെ എക്സുകൾ മാത്രം നമുക്ക് ആദ്യം കൂട്ടാം. ഇവിടെ 1x, ഇവിടെ 1xും കൂടെ ഉണ്ട്. അപ്പോൾ 2x ആവും, 3x, 4x. എക്സുകൾ 4 എണ്ണം കൂട്ടുമ്പോൾ 4x. ഇനി ഇതിലെ നമ്പേഴ്സ് അടുത്ത് കൂട്ടാം. 1ഉം 2ഉം 3ഉം കൂടെ കൂട്ടുക. 1 2 3 3 3 6. അപ്പോൾ 4x അധികം 6 എന്ന് കിട്ടും, സമം 186 എന്ന് വരും. അപ്പോൾ 4x എത്ര വരും? 4xനോട് 6 കൂട്ടിയാൽ 186. 186ൽ നിന്ന് 6 കുറച്ചാൽ മതി, അതായത് 180. അപ്പോൾ 4x 180. അപ്പോൾ എക്സ് എത്ര വരും? എക്സ് കിട്ടാനായിട്ട് 180നെ 4 കൊണ്ട് ഹരിക്കുക. 180നെ 4 കൊണ്ട് ഹരിച്ചാൽ 45 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 45. അതായത് നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യയാണ് എക്സ് എന്നെടുത്തത്. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ 45 ശരി ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 2y എക്സ് ശതമാനം സമം എക്സിൻ്റെ ഡാഷ് ശതമാനം. അപ്പോൾ 2y എക്സ് ശതമാനം എക്സിൻ്റെ ഏത് ശതമാനത്തിനോട് ഈക്വലാണ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നമുക്കൊരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. അതായത് എയുടെ ബി ശതമാനം സമം ബിയുടെ എ ശതമാനമാണ്. അവർക്ക് എയുടെ ബി ശതമാനം ബിയുടെ എ ശതമാനവും തുല്യമാണ്. അപ്പോൾ 2y എക്സ് ശതമാനം എന്ന് പറയുന്നത് എക്സിൻ്റെ 2y ശതമാനത്തിന് തുല്യമാണ്. അവർക്ക് 2y എക്സ് ശതമാനം എന്നത് എക്സിൻ്റെ 2y ശതമാനത്തിന് തുല്യമാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 9ൽ 2ൻ്റെ എത്ര ശതമാനമാണ് 3/7? നമുക്കിവിടെ 9ൽ 2ൻ്റെ എത്ര ശതമാനമാണ് 3/7 എന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് 9ൽ 2ൽ 3/7 ഗുണം 100 കാണുക. 9ൽ 2ൽ 3/7 ഗുണം 100. നമുക്ക് ഇവിടെ ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഛേദത്തിൽ വരുന്ന ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം കൊണ്ട് ഈ അംശത്തിൽ വരുന്ന ഭിന്നസംഖ്യയെ ഗുണിച്ചാൽ മതി. അതായത് 3/7നെ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 9ൽ 2ൻ്റെ റെസിപ്രോക്കൽ 2ൽ 9. അപ്പോൾ 2ൽ 9 കൊണ്ട് ഗുണിക്കുന്നു. ഇനി ഗുണം 100 ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ മതി. നമുക്കിവിടെ 3 കൊണ്ട് 9നെ ഹരിക്കാം. അപ്പോൾ ഇവിടെ 3 വരും. ഇനി 2 കൊണ്ട് 100നെ ഹരിച്ചാൽ 50 വരും. അപ്പോൾ 7 ഗുണം 3 21. 21 ഗുണം 50. 21 ഗുണം 50 എത്ര വരും? 20 50 1000 അപ്പോൾ 21 50 1050. അപ്പോൾ 1050% ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ എ 1050%. അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങാണ്. 4 വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങായി മാറും. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? നോക്കുക, അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങാണ്. 4 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങായി മാറും. അങ്ങനെയെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കണം.
അപ്പോൾ അച്ഛൻ്റെയും മകൻ്റെയും പ്രായങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് ഒന്ന് എഴുതി നോക്കാം. അച്ഛനും മകനും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ്. അത് നമുക്ക് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങാണ്. അപ്പോൾ മകൻ്റെ വയസ്സ് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് ഇതിൻ്റെ 4 ഇരട്ടി അല്ലെങ്കിൽ 4x ആയിരിക്കും. അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 4x. ഇനി 4 വർഷം കഴിയുമ്പോൾ ഉള്ള അവരുടെ വയസ്സുകളുടെ കാര്യം പറയുന്നു. അപ്പോൾ 4 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് എത്രയാവും? 4x + 4. അച്ഛന് 4 വയസ്സ് കൂടും. അതായത് 4x + 4. മകനും 4 വയസ്സ് കൂടും. മകന് x+4 ആയിരിക്കും. ഇനി ഈ 4 വർഷം കഴിയുമ്പോഴുള്ള അവരുടെ വയസ്സുകൾ തമ്മിലൊരു ബന്ധം നൽകിയിട്ടുണ്ട്. നോക്കുക, 4 വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങായി മാറും. അതായത് മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാവും അച്ഛൻ്റെ വയസ്സ് 4 വർഷം കഴിയുമ്പോൾ. അപ്പോൾ 4 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് എന്ന് പറയുന്നത് 4x + 4 ആണ്. 4x + 4. ഇതെന്ന് പറയുന്നത് അന്നത്തെ മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടി, അതായത് 3 × x+4 എന്ന് വരും. അപ്പോൾ 4x + 4 = 3 × x+4 എന്ന് നമുക്ക് എടുക്കാം. 4 വർഷം കഴിയുമ്പോഴുള്ള അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയായിരിക്കും. അത് 4x + 4 = 3 × x+4 എന്ന് എടുക്കാം. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എക്സ് മകൻ്റെ ഇപ്പോഴത്തെ പ്രായം കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് 4x + 4 ഇവിടെ 3 കൊണ്ട് ഈ ബ്രാക്കറ്റിലുള്ള ഓരോ പദത്തിനെയും ഗുണിക്കുക. 3 കൊണ്ട് എക്സിനെ ഗുണിച്ചാൽ 3x, 3 × 4 12 +12 എന്ന് വരും. നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഈ 3x ഇടതുവശത്തേക്ക് കൊണ്ടുപോവുക. അതുപോലെ ഇവിടെ കിടക്കുന്ന ഈ 4 വലതുവശത്തേക്ക് കൊണ്ടുവരിക. 4x ഈ 3x ഇടതുവശത്ത് വരുമ്പോൾ -3x എന്ന് വരും. സമം ഇവിടെ ഓൾറെഡി 12 ഉണ്ട്. ഈ +4 റൈറ്റ് സൈഡ് വരുമ്പോൾ -4 എന്നാവും. 4x നിന്ന് 3x കുറച്ചാൽ 1x അഥവാ x എന്ന് നമ്മൾ എഴുതിയാൽ മതി. 12 നിന്ന് 4 കുറച്ചാൽ 8. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 8 എന്ന് കിട്ടി. എക്സ് എന്നുള്ളത് മകൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ്. അതായത് മകൻ്റെ ഇപ്പോഴത്തെ പ്രായം 8 വയസ്സാണ്. ശരിയുത്തരം ഓപ്ഷൻ ഡി. 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 80 ആണ്. അവ തമ്മിലുള്ള അംശബന്ധം 3:8 ആയാൽ അവയിൽ വലിയ സംഖ്യ ഏത്? അപ്പോൾ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നൽകിയിട്ടുണ്ട്. ഈ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധവും നൽകിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിലെ വലിയ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധത്തിൽ നമുക്ക് തുടങ്ങാം. സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:8 ആണെന്ന് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആ സംഖ്യകൾ 3x എന്നും 8x എന്നും എടുക്കാം. 3x 8x. അപ്പോൾ ഇതിലെ വലിയ സംഖ്യ 8x ആയിരിക്കും. ഈ 8x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം, അപ്പോൾ ഈ 3x 8x ഉപയോഗിച്ച് ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? വലിയ സംഖ്യ 8x നമ്മൾ എടുത്തു. 8x നിന്ന് 3x കുറയ്ക്കുക, അതായത് 5x. അപ്പോൾ 5x ആണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വ്യത്യാസം 80 ആണ്. അപ്പോൾ 5x = 80 എന്ന് എടുക്കുക. 5x = 80. അങ്ങനെയെങ്കിൽ x എത്രയായിരിക്കും? 80നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. 80/5. 80നെ 5 കൊണ്ട് ഹരിച്ചാൽ 16 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 16 കിട്ടി. അപ്പോൾ വലിയ സംഖ്യ 8x ആണ്. അപ്പോൾ 8x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 8 × 16 128 വരും. അപ്പോൾ കൂട്ടത്തിലെ വലിയ സംഖ്യ 128 ആണ്. ശരിയുത്തരം ഓപ്ഷൻ ബി. 6.25% ഭിന്നരൂപം ഏത്? 6.25% ഭിന്നസംഖ്യാരൂപം ഏതെന്ന് എഴുതണം. ഓർക്കുക, ഇവിടെ 6.25 ഭിന്നസംഖ്യാരൂപമല്ല, 6.25% ഭിന്നസംഖ്യാരൂപമാണ് എഴുതേണ്ടത്. ഓർക്കുക, 15% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100ൽ 15 ഭാഗം എന്നാണ്. 100ൽ 15 ഈ ഭിന്നസംഖ്യയെ മറ്റൊരു രീതിയിൽ എഴുതുന്നതാണ് 15%. അപ്പോൾ 6.25%-നെ ഭിന്നസംഖ്യയായിട്ട് എഴുതണമെങ്കിൽ അതെന്താവും? 100ൽ 6.25 എന്ന് എഴുതേണ്ടി വരും. 100ൽ 6.25. അപ്പോൾ ഇനി നമുക്കിതിലെ പോയിൻ്റ് ഒഴിവാക്കണം. പോയിൻ്റ് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നോക്കുക, പോയിൻറ്റിന് വലതുവശത്ത് 2 അക്കങ്ങളാണുള്ളത്. പോയിൻറ്റിന് വലതുവശത്ത് 2 അക്കങ്ങളുള്ളതുകൊണ്ട് ഇതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ പോയിൻ്റ് ഒഴിവാകും. 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അംശത്തിനെയും ഛേദത്തിനെയും 100 കൊണ്ട് ഗുണിക്കുക. അംശത്തിനെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 625 എന്നാവും. അപ്പോൾ 625 ഛേദത്തിൽ 100 × 100 എന്ന് നമുക്ക് എഴുതാം. ഗുണിക്കേണ്ടതില്ല ഇപ്പം, കാരണം സിംപ്ലിഫൈ ചെയ്യാനുള്ള സൗകര്യം ഇങ്ങനെ എഴുതിയിടുന്നത് തന്നെയാണ്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ ഒരു കാര്യം ഓർക്കുക. 625 എന്ന് പറയുന്നത് 25ൻ്റെ സ്ക്വയറാണ്, അഥവാ 25 സ്ക്വയർ അഥവാ 25 × 25 ആണ് 625.
അപ്പോൾ നമുക്ക് ഈ 625-നെ 25 ഗുണം 25 എന്ന് എഴുതുകയാണെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്ത് എടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ 25 ഗുണം 25 ബൈ 100 ഗുണം 100 എന്ന് വരും. 100-നെയും 25-നെയും നമുക്ക് 25 ഉപയോഗിച്ച് ഹരിക്കാം. അപ്പോൾ ഇത് 1-ഉം ഇവിടെ 100-നെ 25 കൊണ്ട് ഹരിക്കുമ്പോൾ 4-ഉം വരും. ഇവിടെ ഈ 25 ഉപയോഗിച്ച് ഹരിക്കുക. ഇവിടെ ഈ 1-ഉം ഇവിടെ 4-ഉം വരും. അപ്പോൾ ഉത്തരം എത്രയാവും? 1 ഗുണം 1 1, 4 ഗുണം 4 16. അപ്പോൾ ഉത്തരം 16-1. അപ്പോൾ നമ്മുടെ 6.25-ൻ്റെ ഭിന്നസംഖ്യാ രൂപം 16-1 ശരി ഉത്തരം ഓപ്ഷൻ എ. 1/2/3/4 സമം ഡാഷ്. നോക്കുക, 1/2 അല്ലെങ്കിൽ 1/2/2/3/4 സമം ഡാഷ്. അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കൽ അത്ര എളുപ്പമല്ല. എന്നാൽ ഇതിനെ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉത്തരം വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. നോക്കുക, 1/2 അല്ലെ 1-നെ 2 കൊണ്ട് ഹരിക്കണം. 2 കൊണ്ട് ഹരിക്കുന്നതും 2-1 കൊണ്ട് ഗുണിക്കുന്നതും തുല്യമാണ്. അപ്പോൾ 2 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 2-1 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മാറ്റി എഴുതാം. 1/2 എന്നുള്ളത് 1 ഗുണം 2-1 എന്ന് എഴുതാം. 2 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 2-1 കൊണ്ട് ഗുണിച്ചു. അതുപോലെ അടുത്തത് 3 കൊണ്ട് ഹരിക്കലാണല്ലോ, അതിന് പകരം നമുക്ക് 3-1 കൊണ്ട് ഗുണിക്കുക. വീണ്ടും 4 കൊണ്ട് ഹരിക്കുകയാണ് അടുത്തത്. അപ്പോൾ അതിനെ പകരമായിട്ട് 4-1 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ ഉത്തരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഉത്തരം കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കാണാൻ അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് അംശമായിട്ട് എഴുതുക. 1 ഗുണം 1 ഗുണം 1 ഗുണം 1. 1 4 പ്രാവശ്യം ഗുണിച്ചാലും 1 തന്നെ. ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദമായിട്ട് എഴുതുക. 2 3 6 6 4 24. അപ്പോൾ ഉത്തരം 24-1 ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഒരു സംഖ്യയിൽ നിന്നും 40 കുറച്ചപ്പോൾ ആ സംഖ്യ 80% ചുരുങ്ങി എങ്കിൽ ആ സംഖ്യയുടെ 4/3 ഭാഗം എത്ര? ഇവിടെ ഒരു സംഖ്യയിൽ നിന്നും 40 കുറച്ചപ്പോൾ ആ സംഖ്യ 80% ചുരുങ്ങി. 40 കുറച്ചപ്പോൾ സംഖ്യ 80% മാറി. അതായത് സംഖ്യയിൽ 20% കുറവുണ്ടായി. അപ്പോൾ 40 കുറച്ചപ്പോൾ 20% കുറവാണ് ഉണ്ടായത്. അതായത് സംഖ്യയുടെ 20% 40. 20% 40. അങ്ങനെയെങ്കിൽ ആ സംഖ്യയുടെ 4/3 ഭാഗം കാണണം. സംഖ്യയുടെ 20% 40 ആണെങ്കിൽ സംഖ്യ നമുക്ക് കണ്ടുപിടിക്കാം. 20% 40 ആണെങ്കിൽ 100% എത്ര വരും? 20-നെ 5 കൊണ്ട് ഗുണിച്ചാൽ 100 കിട്ടും. അതായത് 20%-ൻ്റെ 5 ഇരട്ടിയാണ് 100%. അപ്പോൾ 40-ൻ്റെ 5 ഇരട്ടി കണ്ടുപിടിച്ചാൽ മതി. 40 ഗുണം 5 200. അതായത് സംഖ്യ 200. ഇനി 200-ൻ്റെ 4/3 ഭാഗം കണ്ടാൽ മതിയല്ലോ. അതായത് 200 ഗുണം 4/3. 4 കൊണ്ട് 200-നെ ഹരിച്ചു കഴിഞ്ഞാൽ 50. 50 ഗുണം 3 150. അതായത് സംഖ്യയുടെ 4/3 ഭാഗം 150 ശരി ഉത്തരം ഓപ്ഷൻ സി. 2 സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ 5/3 ഭാഗമാണ്. സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 64 എങ്കിൽ ആദ്യത്തെ സംഖ്യ എത്ര? ഇവിടെ 2 സംഖ്യകളുടെ കാര്യം പറയുന്നു, ഒന്നാമത്തതും രണ്ടാമത്തതും. ഇതിൽ രണ്ടാമത്തെ സംഖ്യയുടെ 5/3 ഭാഗമാണ് ആദ്യത്തെ സംഖ്യ എന്ന് നൽകിയിരിക്കുന്നു. നമുക്ക് തൽക്കാലം രണ്ടാമത്തെ സംഖ്യ എക്സ് എന്നെടുക്കാം. എങ്കിൽ ഇതിൻ്റെ 5/3 ഭാഗമാണ് ആദ്യത്തെ സംഖ്യ. എക്സിൻ്റെ 5/3 ഭാഗം 5/3 എക്സ് എന്ന് എഴുതിയാൽ മതി. 5/3 എക്സ്. അപ്പോൾ ആദ്യ സംഖ്യ 5/3 എക്സും രണ്ടാമത്തെ സംഖ്യ എക്സും നമ്മളെടുത്തു. സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 64 ആണെന്ന് നൽകിയിരിക്കുന്നു. രണ്ടാമത്തെ സംഖ്യ എക്സും ആദ്യ സംഖ്യ 5/3 എക്സുമാണ്. അതായത് രണ്ടാമത്തെ സംഖ്യയുടെ 5/3 ഭാഗമേ ഉള്ളൂ ആദ്യത്തെ സംഖ്യ. അതായത് രണ്ടാമത്തെ സംഖ്യ ആയിരിക്കും വലുത്, ആദ്യ സംഖ്യ ചെറുതും. അപ്പോൾ ഇവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം കാണാനായിട്ട് നമുക്ക് രണ്ടാമത്തെ സംഖ്യയുടെ വർഗ്ഗമായിരിക്കും വലുത്. അപ്പോൾ എക്സ് സ്ക്വയർ ആണ് വലുത്. അതിൽ നിന്ന് 5/3 എക്സിൻ്റെ സ്ക്വയർ കുറയ്ക്കുക. എക്സ് സ്ക്വയർ മൈനസ് 5/3 എക്സ് സ്ക്വയർ, ഇതാണ് വർഗ്ഗങ്ങളുടെ വ്യത്യാസം. 64 എന്നെടുക്കാം. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. നോക്കുക, എക്സ് സ്ക്വയർ മൈനസ് 5/3 എക്സിൻ്റെ സ്ക്വയർ കാണാനായിട്ട് 3-ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5-ൻ്റെ സ്ക്വയർ എക്സിൻ്റെ സ്ക്വയർ. 3-ൻ്റെ സ്ക്വയർ 9, എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇത്രയും ന്യൂമറേറ്ററിലും 5-ൻ്റെ സ്ക്വയർ 25 ഡിനോമിനേറ്ററിലും 64 എന്ന് വരും. ഇനി ഭിന്നസംഖ്യകൾ കുറയ്ക്കണമെങ്കിൽ അവയുടെ ഛേദം തുല്യമാക്കണം. അപ്പോൾ 25 കൊണ്ട് ഇവിടെ ഗുണിക്കുക, അംശത്തിനെ ഗുണിക്കുക, ഛേദത്തിലും 25 എഴുതുക. അപ്പോൾ 25 എക്സ് സ്ക്വയർ മൈനസ് 25 ബൈ 25 എന്ന് എഴുതാം. മൈനസ് 9 എക്സ് സ്ക്വയർ ബൈ 25
സമം 64 എന്ന് എഴുതുക. ഇപ്പോൾ നോക്കുക, ഇവിടെ കോമൺ ഛേദമായി 25. അപ്പോൾ നമുക്ക് 25 സ്ക്വയറിൽ നിന്ന് 9 സ്ക്വയർ കുറയ്ക്കാം. 25 സ്ക്വയറിൽ നിന്ന് 9 സ്ക്വയർ കുറച്ചാൽ 16 സ്ക്വയർ. അപ്പോൾ 16 സ്ക്വയർ ബൈ 25 സമം 64 എന്ന് കിട്ടും. ഇനി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ഈ 25നെയും 16നെയും വലതുവശത്തേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ എക്സ് സ്ക്വയർ സമം 64 വലതുവശത്ത് ഓൾറെഡി ഉണ്ട്. 64 ഗുണം 25 ന്യൂമറേറ്ററിൽ വരും, 16 ഛേദത്തിലും വരും. 64നെ 16 കൊണ്ട് ഹരിക്കാം. 16 ഗുണം 4 ആണ് 64. 64നെ 16 കൊണ്ട് ഹരിച്ചാൽ 4 എന്ന് കിട്ടും. 4 ഗുണം 25 100 എന്നും വരും. അപ്പോൾ എക്സ് സ്ക്വയർ 100 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? ഓർക്കുക, 10ൻ്റെ സ്ക്വയറാണ് 100. അപ്പോൾ 100ൻ്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ 100ൻ്റെ സ്ക്വയർ റൂട്ട് 10 ആണ്. എക്സിൻ്റെ വാല്യൂ 10 എന്ന് കിട്ടി. അപ്പോൾ എക്സ് 10 ആയി. എക്സ് 10 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യയാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഒന്നാമത്തെ സംഖ്യയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 10ൻ്റെ 5/3 ഭാഗം, അതായത് 10 ഗുണം 5/3 എത്ര വരും? 5 കൊണ്ട് 10നെ ഹരിച്ചാൽ 2, 2 3 6. അപ്പോൾ ആദ്യത്തെ സംഖ്യ 6 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. 15 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിന് ചുറ്റും വെളിയിലായി 2 മീറ്റർ വീതിയുള്ള ഒരു പാതയുണ്ട്. പാതയുടെ വിസ്തീർണം എത്ര? ഇവിടെ 15 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിന് ചുറ്റും വെളിയിലായി 2 മീറ്റർ വീതിയുള്ള ഒരു പാതയുണ്ട്. ഈ പാതയുടെ വിസ്തീർണം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇത് എളുപ്പമുണ്ട്. നമുക്ക് ആദ്യം തോട്ടത്തിൻ്റെ ചതുരാകൃതിയിലുള്ള തോട്ടമാണ്. ആ തോട്ടത്തിൻ്റെ ഒരു റഫ് ഫിഗർ വരയ്ക്കാം. അവർക്ക് തോട്ടത്തിൻ്റെ നീളം 15 മീറ്റർ, വീതി 12 മീറ്റർ ആണെന്ന് നൽകിയിരിക്കുന്നു. ഇനി ഈ തോട്ടത്തിന് ചുറ്റും 2 മീറ്റർ വീതിയുള്ളൊരു പാതയുണ്ട്. അപ്പോൾ പാത വരച്ചു. ഈ പാതയുടെ വിസ്തീർണം അഥവാ പരപ്പളവ് അഥവാ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നോക്കുക, 2 ചതുരങ്ങളാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഈ പുറത്തുള്ള വലിയ ചതുരത്തിൻ്റെ വിസ്തീർണവും അകത്തുള്ള ചെറിയ ചതുരത്തിൻ്റെ വിസ്തീർണവും കണ്ടിട്ട് വലിയ ചതുരത്തിൻ്റെ വിസ്തീർണത്തിൽ നിന്നും ചെറിയ ചതുരത്തിൻ്റെ വിസ്തീർണം കുറച്ചാൽ നമുക്ക് ഈ പാതയുടെ വിസ്തീർണം കിട്ടും. അപ്പോൾ ചെറിയ ചതുരത്തിൻ്റെ വിസ്തീർണം കാണാൻ അതിൻ്റെ നീളവും വീതിയുമുണ്ട്. ഇനി വലിയ ചതുരത്തിൻ്റെ നീളവും വീതിയും നമ്മൾ കണ്ടുപിടിക്കണം. നോക്കുക, ഈ അകത്തുള്ള ഭാഗം 15 മീറ്ററാണ്. ഈ പാതയുടെ വീതി 2 മീറ്റർ ആണെന്ന് നൽകിയിട്ടുണ്ട്. ഇത് 2 മീറ്ററാണ്. അപ്പോൾ ഇവിടെയും 2 മീറ്റർ വരും, ഇവിടെയും 2 മീറ്റർ വരും. അപ്പോൾ മൊത്തം എത്ര വരും? 2, 15, 2 ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഈ നീളം കിട്ടും. 2ഉം 15ഉം 17ഉം 2ഉം 19 മീറ്ററാണ് വലിയ ചതുരത്തിൻ്റെ നീളം. ഇനി അപ്പോൾ വലിയ ചതുരത്തിൻ്റെ വീതിയോ? ഇവിടെ അകത്ത് 12 മീറ്റർ ആണുള്ളത്. അപ്പോൾ പുറത്ത് 2 വശത്തും 2 മീറ്റർ വീതമുണ്ട്. ഇവിടെയും 2 മീറ്റർ വീതം. അപ്പോൾ 12ൻ്റെ കൂടെ 2ഉം 2ഉം കൂടെ കൂട്ടണം. 12ഉം 2ഉം 14ഉം 2ഉം 16 മീറ്ററാണ് ഇതിൻ്റെ വീതി. അപ്പോൾ വലിയ ചതുരത്തിൻ്റെ നീളം 19 മീറ്ററും വീതി 16 മീറ്ററും. അപ്പോൾ വലിയ ചതുരത്തിൻ്റെ ഏരിയ കാണാമല്ലോ. എത്ര വരും? 19 ഗുണം 16. 19 ഗുണം 16 304 വരും. അപ്പോൾ 304 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര മീറ്ററാണ് പുറത്തുള്ള വലിയ ചതുരത്തിൻ്റെ ഏരിയ. ഇനി അകത്തുള്ള ചെറിയ ചതുരത്തിൻ്റെ നമ്മുടെ തോട്ടത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 15 ഗുണം 12. ഓർക്കുക, ചതുരത്തിൻ്റെ നീളവും വീതിയും കൂടെ ഗുണിച്ചാൽ അതിൻ്റെ ഏരിയ കാണാം. നീളവും വീതിയും കൂടെ ഗുണിക്കുന്നതാണ് ചതുരത്തിൻ്റെ ഏരിയ അഥവാ വിസ്തീർണം. അപ്പോൾ 15 ഗുണം 12 180 വരും. 180 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ 2 മീറ്റർ വീതിയുള്ള പാതയുടെ വിസ്തീർണം കിട്ടുന്നതിനായിട്ട് പുറത്തുള്ള വലിയ ചതുരത്തിൻ്റെ വിസ്തീർണത്തിൽ നിന്നും അകത്തുള്ള തോട്ടത്തിൻ്റെ വിസ്തീർണം കുറയ്ക്കണം. 304ൽ നിന്ന് 180 കുറയ്ക്കുക, 124 കിട്ടും. അപ്പോൾ 124 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 124 ചതുരശ്ര മീറ്ററാണ് പാതയുടെ വിസ്തീർണം. ശരി ഉത്തരം ഓപ്ഷൻ ഡി. P/Q സമം 4/3, Q/R സമം 6/5 എങ്കിൽ P+Q/Q+R എത്ര? നോക്കുക, ഇവിടെ P/Q സമം 4/3 എന്ന് എഴുതിയിരിക്കുന്നു. അതുപോലെ Q/R സമം 6/5 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് P+Q/Q+R കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് P/Qവും Q/Rഉം നമ്മുടെ കയ്യിലുണ്ട്. P/Q ഉണ്ട്, Q/R ഉണ്ട്.
അപ്പോൾ അത് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നിലവിൽ പി ഉള്ളൂ, അതിനെ പി ബൈ ക്യൂ ആക്കണമെങ്കിൽ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതുപോലെ ഛേദത്തിൽ ക്യൂ ആറുണ്ട്, ക്യൂ ഉണ്ട്, ക്യൂ ബൈ ആറ് ആവണം. അപ്പോൾ നോക്കുക ഇതെങ്ങനെ ചെയ്യുന്നതെന്ന്. നമുക്ക് അംശത്തിനെയും ഛേദത്തിനെയും ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് അംശം എന്താവും? പി പ്ലസ് ക്യൂ ബൈ ക്യൂ എന്നാവും. ഛേദത്തിൽ ക്യൂ പ്ലസ് ആർ ബൈ ക്യൂ എന്നാവും. അംശത്തിനെയും ഛേദത്തിനെയും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഭിന്നസംഖ്യയുടെ വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നിനും സെപ്പറേറ്റ് ആക്കാം ഈ ക്യൂ. അപ്പോൾ ഇതങ്ങനെ വരും, അംശം പി ബൈ ക്യൂ പ്ലസ് ക്യൂ ബൈ ക്യൂ എന്നാവും. ഛേദത്തിൽ ക്യൂ ബൈ ക്യൂ പ്ലസ് ആർ ബൈ ക്യൂ എന്നും വരും. നോക്കുക, പി ബൈ ക്യൂ പ്ലസ് ക്യൂ ബൈ ക്യൂ, ക്യൂവിനെ ക്യൂ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ പി ബൈ ക്യൂ പ്ലസ് 1 എന്ന അംശം വരും. ഛേദമോ ക്യൂ ബൈ ക്യൂ, അത് 1 ആവും. ക്യൂവിനെ ക്യൂ കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. പ്ലസ് ആർ ബൈ ക്യൂവും വരും. ഇവിടെ പി ബൈ ക്യൂവിൻ്റെ വാല്യൂ നമുക്കറിയാം 4/3. അപ്പോൾ 4/3 പ്ലസ് 1 ബൈ 1 പ്ലസ് ആർ ബൈ ക്യൂ നമുക്കറിയില്ല, പക്ഷേ ക്യൂ ബൈ ആർ അറിയാം. ക്യൂ ബൈ ആറിൻ്റെ റെസിപ്രോക്കലാണല്ലോ ആർ ബൈ ക്യൂ. ക്യൂ ബൈ ആർ 6 ആവുമ്പോൾ ആർ ബൈ ക്യൂ എന്ന് പറയുന്നത് ഇത് തിരിച്ചെഴുതിയാൽ മതി, 5/6. അപ്പോൾ 1 പ്ലസ് ആ വാല്യൂ ഇവിടെ കൊടുക്കുക, 5/6. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഒന്നിനോടൊരു ഭിന്നസംഖ്യ കൂട്ടുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 1 കൊണ്ട് ഈ ഛേദത്തിനെ ഗുണിക്കുക. ഒരു 4 അതിനോട് അംശം കൂട്ടുന്നു. 4 3 7. 7 അംശത്തിൽ എഴുതുക, ഛേദമായിട്ട് 4 തന്നെ കൊടുക്കുക. അപ്പോൾ 7/4 എന്ന് വരും. ഇതാണ് അംശം. ഇനി ഇവിടെയോ? ഇവിടെ ഒന്നിനോടൊരു ഭിന്നസംഖ്യ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1 കൊണ്ട് 5നെ ഗുണിക്കുക. 1 5 5, അതിനോട് 6 കൂട്ടുന്നു. 6 5 11. 11 ബൈ ഛേദമായിട്ട് 5 തന്നെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഈ ഛേദത്തിൽ വരുന്ന ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ കൊണ്ട് ഇതിനെ ഗുണിക്കുക. അപ്പോൾ 4/7 ഇതിൻ്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം അത് തിരിച്ചെഴുതണം. 11 5 കൊണ്ട് ഗുണിക്കുക. 11 5 കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ നേരെ ഗുണിക്കാനേ ഉള്ളൂ, ഒന്നും ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. 7 5 35, 11 4 44. അപ്പോൾ 44ൽ 35 ഉത്തരം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് അതൊന്നും ഇല്ല. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. -5 5 7/3 ഗുണന വിപരീതം എന്ത്? നോക്കുക, -5 5 7/3 ഗുണന വിപരീതമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓർക്കുക, ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ ഈ സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടുമോ ആ സംഖ്യയായിരിക്കും ഈ -5 5 7/3 ഗുണന വിപരീതം. അപ്പോൾ -5 5 7/3 ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ ഇതിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടുമോ ആ സംഖ്യയായിരിക്കും ഇതിൻ്റെ ഗുണന വിപരീതം. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കുന്നതിനായിട്ട് ആദ്യം ഇതിനെ ഒന്ന് രൂപമാറ്റം വരുത്തി എഴുതണം. അപ്പോൾ ഇതിനെ രൂപമാറ്റം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 5 കൊണ്ട് 7നെ ഗുണിക്കുക. 5 7 35, അതിൻ്റെ കൂടെ 3 കൂട്ടുക. 35 3 38, ഛേദമായിട്ട് 7 തന്നെ. അപ്പോൾ ഇത് നെഗറ്റീവ് സൈൻ കൊടുക്കണം. -38/7 എന്ന് വരും. -38/7. അപ്പോൾ ഇതിൻ്റെ ഗുണന വിപരീതമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗുണന വിപരീതം എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ -38/7 ഇൻറ്റു എക്സ് സമം 1 കിട്ടണം. ഇതിൻ്റെ ഗുണന വിപരീതം എക്സ് ആണെങ്കിൽ -38/7 ഇൻറ്റു എക്സ് സമം 1 ആയിരിക്കണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വരണം? എക്സ് സമം ഈ 7നെയും -38നെയും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. 1 ഇൻറ്റു 7/-38 എന്ന് വരും. നെഗറ്റീവ് സൈൻ സാധാരണയായിട്ട് നമ്മൾ മുകളിലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ -7/38 അല്ലെങ്കിൽ -38 7 ഇതിൻ്റെ ഗുണന വിപരീതം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇതൊന്നുമില്ല, അതുകൊണ്ട് ശരിയുത്തരം ഈ ഓപ്ഷൻസിലില്ല. ഈ സങ്കലന വിപരീതം എന്നൊരു കാര്യമുണ്ട്. സങ്കലന വിപരീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ -5 7/3 സങ്കലന വിപരീതം എന്ന് പറഞ്ഞാൽ ഇതിനോട് ഏത് സംഖ്യ കൂട്ടിയാൽ 0 കിട്ടുമെന്ന് നോക്കുക. ഇതിനോട് ഏത് സംഖ്യ കൂട്ടിയാൽ 0 കിട്ടുമെന്ന്, ആ സംഖ്യയായിരിക്കും ഇതിൻ്റെ സങ്കലന വിപരീതം. അപ്പോൾ ഇതിനോട് -5 7/3 കറസ്പോണ്ടിങ് പോസിറ്റീവ് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടും. അതായത് 5 7/3 കൂട്ടിയാൽ 0 കിട്ടും. തന്നിരിക്കുന്ന സംഖ്യയുടെ
കറസ്പോണ്ടിങ് ഇത് നെഗറ്റീവാണ്, അതുകൊണ്ട് ഇതിൻ്റെ അതേ സംഖ്യ തന്നെ പോസിറ്റീവ് സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടും. അപ്പോൾ 5, 7, 3 ഇതിൻ്റെ സങ്കലന വിപരീതമാണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ഗുണന വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഈ ഓപ്ഷൻസിൽ ഇല്ല.